ഡോക്ടർ എം മുരളീധരൻ എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിലെ ഹിസ്റ്ററി അധ്യാപകനായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ഹൃദ്രോഗമായിട്ട് മരണപ്പെടുകയാണ് ഉണ്ടായത്. മരിക്കുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പ് അദ്ദേഹം TK രാമചന്ദ്രൻ്റെ കോഴിക്കോടുള്ള വീട്ടിൽ വന്നപ്പോൾ മജീദ് കേട്ടിട്ടുണ്ടോ? TK രാമചന്ദ്രൻ്റെ കോഴിക്കോടുള്ള വീട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ ഒരു സിംഹം കോട്ടുവായിടുന്ന ചിത്രമാണ്. വളരെ വായൊക്കെ തുറന്ന് കോട്ടുവായിടുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്: ഇഫ് വർക്ക് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ഓൺ എർത്ത്, ഐ ഷാൽ റാദർ ട്രൈ മാർസ്. ഈ ഭൂമുഖത്ത് ജോലിയാണ് ഏറ്റവും ഉത്തമമായ കാര്യമെന്നുണ്ടെങ്കിൽ ഞാൻ വല്ല മാർസിലേക്കും പൊക്കോളാം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ടിക്കയുടെ ഭാര്യയായിരുന്ന ഡോക്ടർ ഗീത അതിൽ S വെട്ടിയിട്ട് അത് X ആക്കി. ഐ റാദർ ട്രൈ മാർക്സ്. ജോലിയാണ് വലിയ കേമെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്സിനെ ഉപയോഗിച്ചോളാം എന്ന്. ഇത് വായിച്ച് ഞങ്ങളൊക്കെ ചിരിച്ചു കഴിഞ്ഞതിന് ശേഷം മുരളി അവിടെ ഇരുന്ന് തത്വചിന്തയുടെ 4 പ്രധാനപ്പെട്ട സബ്ജകളെ കുറിച്ച് പറഞ്ഞു. ഒരു 2.5 മണിക്കൂറൊന്ന് സംസാരിക്കുകയായിരുന്നു. 4 കാറ്റഗറീസാണ് ഉള്ളത് എന്ന് പറഞ്ഞു. 1 ആക്ടിവിറ്റി, 2 വർക്ക്, 3 ലേബർ, 4ാമത്തെ ഇപ്പം ഞാൻ പറയുന്നില്ല. ആക്ടിവിറ്റി എന്ന് പറയുന്നത് അചേതന വസ്തുക്കളും ചേതനമായ ചൈതന്യമുള്ള വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം, ജീവികളും വസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം. ആക്ടിവിറ്റി ഉണ്ടാവും ജീവികൾക്ക്. ആക്ടിവിറ്റിയിലെ വർക്ക് എന്ന് പറയുന്നത് കൃത്യമായ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ചില സംഗതികളെ ആക്ടിവിറ്റീസിനെ വർക്ക് എന്ന് വിളിക്കാം. ലേബർ എന്നുള്ളത് കൃത്യമായ ഉൽപ്പാദനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തമായ ഒരു പ്രൊഡക്ടിവിറ്റിയുടെ സ്വഭാവത്തോടു കൂടി ചെയ്യുന്നത്. എന്നാൽ 4ാമത്തെ ഒരു ക്രിയ കൂടിയുണ്ട്. അത് പ്ലേ ആണ്, കളി എന്ന് പറയുന്നത്. ഈ കളി എന്നത് ഒരേ സമയം കളി ഉണ്ടെങ്കിലേ വർക്കും നമുക്ക് പോസിബിൾ ആവുള്ളൂ. നമുക്ക് ആനന്ദമുണ്ടെങ്കിലേ വർക്കും ലേബറും നമുക്ക് സാധ്യമാവുകയുള്ളൂ. ആ ഒട്ടും ആനന്ദമില്ലാത്ത അവസ്ഥയിൽ ഇതൊരു ഭീകരമായ ഒരു ഇമ്പോസിഷനായിട്ട് മാറുകയും ചെയ്യും. പക്ഷെ കളി കൂടുതലായാൽ വർക്കും ലേബറും അട്ടിമറിക്കപ്പെടുകയും ചെയ്യും. ഇതാണ് കളിയുടെ ഒരു ബുദ്ധിമുട്ട്, ഒരു ഡെലിക്കറ്റ് ബാലൻസ് വരും. എന്നിട്ട് മുരളി അവിടെ ഇരുന്ന് പറഞ്ഞു വന്നിട്ട് അവസാനത്തിയപ്പോൾ 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ എത്തുമ്പോഴേക്കും ഈ പ്ലേ എന്ന് പറയുന്ന കാറ്റഗറി വളരെ പ്രധാനമായി മാറുകയും ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും വിറ്റ്ഗൻസ്റ്റൈൻ്റെ മറ്റും ചിന്തകളിലും ഡെറിഡയുടെയും മറ്റും ചിന്തകളിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഫ്രോയിഡിൻ്റെയും പിന്നീട് വന്ന ലക്കാൻ്റെയും ഒക്കെ ചിന്തകളിൽ തന്നെ ഈ കളി ക്രീഡ എന്ന് പറയുന്നത് വളരെ പ്രധാനമായി മാറുന്ന ഒരു വ്യതിയാനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. മധു പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അത് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ലേബർ എന്ന് പറയുന്നത് നമ്മൾക്ക് ആനുഷംഗികമല്ല. നാടകത്തെ പലപ്പോഴും നമ്മൾ കളി എന്നാണ് വിളിക്കാറ്. ആ കളി എന്നത് കലയ്ക്കും ഉപയോഗിക്കുന്നു, അല്ലാത്ത കളിയിലും ഉപയോഗിക്കുന്നു. ആ കളിയിലുമുണ്ട് ഒരാത്മീയത. മാഷോട് പറഞ്ഞതും കൂടെ ചേർത്താണ്. ഇപ്പോൾ കണ്ടൻ്റ് അല്ല ഫോമാണെന്ന് മാഷ് പറഞ്ഞു നിർത്തില്ല. അപ്പോൾ മാഷ് പറഞ്ഞത് വെച്ച് നോക്കുന്ന സമയത്ത് ഒന്ന് വർക്ക് തന്നെ ലേബറാവുന്ന, അല്ലെങ്കിൽ വർക്കിനെ ലേബർ വിഴുങ്ങി കഴിയുന്ന ഒരു സാഹചര്യത്തിൽ വർക്ക് ലേബർ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റിങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ, അതേസമയം തന്നെ കലയിലാണെങ്കിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ അത് ലേബർ കൂടി പെടുന്ന സമയത്ത് കാണി എന്ന് പറയുന്ന കാഴ്ചക്കാരനുണ്ട്. അതും ഒരു പക്ഷേ ഇതിനകത്ത് തന്നെ പെടുന്നുണ്ട്. കാണുക എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ ലേബർ ആവുന്ന ഒരു പുതിയ സാഹചര്യം, അല്ലെങ്കിൽ പുതിയ കാലത്ത് ഇപ്പോൾ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതെല്ലാം ഒന്നായി മാറുന്ന സമയത്ത് ഫീൽഡ് ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും ഒരു പക്ഷേ ആത്മീയത എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നുകൂടെ വിശദീകരിച്ച കൊള്ളാമോ എന്നുള്ളതാണ് ചോദ്യം. ഒരു കാര്യമുള്ളത്, ഈ ലേബർ എന്ന് പറയുന്നത്
മാർക്സ് ഉപയോഗിച്ച അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ എക്സ്ചേഞ്ച് വാല്യൂ, വിനിമയ മൂല്യം ആയിട്ട് ബന്ധപ്പെട്ട വർക്കാണ് ലേബർ. ഇതാണ് ലേബറും വർക്ക് തമ്മിൽ വേണമെങ്കിൽ വയ്ക്കാം. മാർക്സ് അങ്ങനെ കൃത്യമായിട്ടൊരു വ്യത്യാസം പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വർക്ക് എന്ന് പറഞ്ഞാൽ വിനിമയ മൂല്യമായിട്ട് ബന്ധപ്പെട്ടതല്ല. നമ്മുടെ ഒരു കാര്യം ചെയ്യുക, ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, ചിലപ്പോൾ അതിൽ യൂസ് വാല്യൂ, മാർക്സ് ഉപയോഗിക്കുന്ന വാല്യൂ, ചിലപ്പോൾ ആ വാല്യൂ പോലും ഉണ്ടായിക്കൊള്ളുന്നില്ല വർക്കിൽ. വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കമോഡിറ്റി പ്രൊഡക്ഷൻ അല്ല, എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ടാക്കുന്ന സാധനമല്ല. എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ടാക്കുന്ന വർക്കിനെയാണ് നമ്മൾ സാധാരണ ലേബർ എന്ന് പറയുന്നത്. ഇപ്പോൾ വർക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ആന്ത്രപ്പോളജിക്കൽ ആയിട്ടുള്ള മനുഷ്യരുടെ ഒരു സ്പീഷീസ് ബീയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെൻസിലാണ്, ജനറിക് ആയിട്ടുള്ള സെൻസിലാണ് വർക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ ലേബർ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള എക്കണോമിക് പ്രൊട്ടക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ് മാർക്സ്. അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് ഒരു ഇതിൽ വരുന്നത് വെച്ചാൽ എവറിത്തിങ് എല്ലാം ലേബറായി മാറും. നിങ്ങളുടെ വർക്കിന് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ് ക്യാപിറ്റലിസ്റ്റ്. അത് വർക്ക്, അപ്പോൾ അത് ലേബർ വർക്കിനെ അബ്സോർബ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഒരു പക്ഷേ മാർക്സ് പറയുന്ന ക്യാപിറ്റലിസം എന്നാണ്. എക്സ്ചേഞ്ച് വാല്യൂ എല്ലാ വാല്യൂസിനും, എസ്തെറ്റിക് വാല്യൂവിനെയും യൂസ് വാല്യൂവിനും ഒക്കെ നിർണ്ണയിക്കുന്ന മട്ടിൽ എക്സ്ചേഞ്ച് വാല്യൂ എല്ലാത്തിനെയും അബ്സോർബ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ടാണ് മാർക്സ് അതിനെ കാണുന്നത്. അപ്പോൾ അവിടെയാണ് ആർട്ട് അത് പറഞ്ഞാൽ അതിൻ്റെ ഫോമിൽ തന്നെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഫോമിൽ തന്നെ റെസിസ്റ്റൻസ് ആണ്. മനുഷ്യരെന്തിനാ ഈ ആർട്ടിൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് എപ്പോഴാണോ അതൊരു സൈറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആവുന്നത്, കലാ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു മേഖലയായിട്ട് അതിനെ കാണുകയും അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂവിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ലേബർ മൊണോപ്പൊളി അതെ വെങ്കടി എനിക്ക് കുറിപ്പിൽ അതിൽ എഴുതുന്നത് യൂസ്ലെസ് ആയിട്ടുള്ളൊരു സാധനമാണ് ആർട്ട്. ആ യൂസ്ലെസ്നെസ് ആണ് അതിൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ആ യൂസ്ലെസ്നെസ്സിലാണ് അതൊരു സൈറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് മാറുന്നത്. അതാണ് ഞാൻ ആ ആർട്ടിനെ പറ്റിയിട്ട് പറയാൻ കാരണം. ഈ പിന്നെ ഒരു കാര്യം മാഷ് സൂചിപ്പിച്ചൊരു കാര്യം ഇതായിട്ട് കൂട്ടിച്ചേർക്കുമ്പോഴേ മാഷ് പറഞ്ഞ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ഈ എസ്തെറ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വീണ്ടും അത് മാർക്സിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഇപ്പോൾ പല പഠനങ്ങളിലും വന്നിട്ടുള്ളത് വെങ്കടിക്കൊക്കെ അറിയാമായിരിക്കും. ഇത് ഈ മാർക്സ് ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, നിങ്ങളുടെ ഒരു ആനുഷംഗികമായിട്ട് കടന്നു വരുന്നൊരു പ്രയോഗമാണ് മാർക്സിൽ, ലിബറേഷൻ ഓഫ് ദ സെൻസസ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ വിമോചനം, സ്വാതന്ത്ര്യം ആണ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിൽ സംഭവിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി യുട്ടോപ്യൻ ആയിരിക്കും, ചിലപ്പോൾ അത് യുട്ടോപ്യൻ ആയിട്ടുള്ള ഒരു ഇതാണ്, ഒരു സ്വപ്നമാണ്. പക്ഷെ ആ ഒരു ആദർശാത്മകമായ ഒരു സമുദായത്തിൽ, സമൂഹം എന്നുള്ളതിനൊക്കെ സമുദായം, കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കുന്നതിൻ്റെ ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, സെൻസസിൻ്റെ സ്വാതന്ത്ര്യമാണ്. വളരെ ഈസ്തെറ്റിക് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് മാർക്സ് കമ്മ്യൂണിസത്തെ കാണുന്നത്. സത്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടൊരു, മാർക്സിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളങ്ങനെ വായിച്ചിട്ടുണ്ടാവില്ല. ആ മാർക്സിൻ്റെ ഈസ്തെറ്റിക്സിനെ പറ്റിയുള്ളൊരു സങ്കല്പം, അതിൻ്റെ ഈ ആത്മീയത എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതായിരിക്കും. ഒരു ഉട്ടോപ്യനായിട്ടുള്ള സമൂഹം എന്നുള്ള സമുദായം എന്നുള്ള എനിക്ക് കമ്മ്യൂണിസത്തെ കാണാം. ആ കമ്മ്യൂണിസത്തിൽ എന്താ സംഭവിക്കുന്നത്? കമ്മ്യൂണിസം സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ ലേബർ ഇല്ലാതാവാണ്. ലേബർ എന്ന് പറയുന്ന ഒരു ലേബറിൻ്റെ മൊണോപ്പൊളി, ലേബർ വർക്കിനെ മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന, എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത് എല്ലാറ്റിനും നിർണ്ണയിക്കുന്ന ഒന്നായിട്ട് മാറുന്ന ആ സംവിധാനം ഇല്ലാതാവുകയും ഒരു പോസിറ്റീവ് അബോളിഷൻ ഓഫ് ഏലിയനേഷൻ എന്നാണ് മാർക്സിൻ്റെ വാദം. അത് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൽ മാർക്സ് തന്നെ സൂചിപ്പിക്കുന്ന പറ്റുന്നുണ്ടല്ലോ, രാവിലെ നിങ്ങൾ ഷേക്സ്പിയർ വായിക്കുകയും ഉച്ചയ്ക്ക് മീൻ പിടിക്കുകയും വൈകുന്നേരം നിങ്ങൾ പോയട്രി ചെയ്യുകയും, എന്നാൽ നിങ്ങൾ പോയറ്റ് ആവാതെ, ക്രിട്ടിക്കാവാതെ, മുക്കുവനാവാതെ നിങ്ങളിതൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴാണ്, അതാണ് എസ്തെറ്റിക് എന്താ പറയുക, എസ്തെറ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ദ്രിയങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കമ്മ്യൂണിസം എന്ന് മാർക്സ് പറയുന്നത്. വാസ്തവത്തിൽ അതൊരു ആ കലയുടെ എസ്തെറ്റിക്സിനെ പറ്റിയാണ്. ആ എസ്തെറ്റിക് എന്ന് പറയുന്നത് വാസ്തവത്തിൽ വേണമെങ്കിൽ ഈ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മാർക്സ് സ്പിരിച്വലിസ്റ്റ് ആണെന്നല്ല പറയുന്നത്, ഒരർത്ഥത്തിലും അതല്ല പറയുന്നത്. പക്ഷെ ആ അനുഭവമാണ് മാർക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് തോന്നുന്നു. ആ അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് കല ക്യാപിറ്റലിനെതിരായിട്ടുള്ള, ക്യാപിറ്റലിൻ്റെ യുക്തിക്കെതിരായിട്ടുള്ള റിവോൾട്ടാണ്. അതാണ് അതിൻ്റെ ഒരു സ്പിരിച്വൽ റിവോൾട്ട് അഗൈൻസ്റ്റ് ദ ലോജിക് ഓഫ് ക്യാപിറ്റൽ.
എന്ന് എനിക്ക് തോന്നുന്ന ആ ഒരു അർത്ഥത്തിലാണ്. പിന്നെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, എസ്തെറ്റിക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മാഷ് പറഞ്ഞപ്പോൾ ഞാനത് വിട്ടുപോയൊരു കാര്യം, ഞാൻ നേരത്തെ കാണ്ടിന്റെ ഇത് പറഞ്ഞല്ലോ. കാണ്ട് പറയുന്ന ഈ ഡിസിൻറ്ററസ്റ്റഡ്നെസ് എന്ന് പറയുന്നത് നിർമ്മമത്വം അല്ല, സത്യത്തിൽ നല്ല ട്രാൻസ്ലേഷൻ ഒന്നും ആയിരിക്കില്ല. ഞാൻ വെറുതെ ഒക്കെ പറഞ്ഞു മാത്രം. നിർമ്മമം എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചു മാത്രം. ഡിസിൻറ്ററസ്റ്റഡ്നെസ് ആണ് ഒരു കലാനുഭൂതിയുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പോയിന്റ് എങ്കിൽ. സ്പിരിച്വൽ എന്നുള്ളത് വീണ്ടും ഞാൻ പിന്നെ സിംഗിൾ കോട്ടിൽ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കണം നിർബന്ധമില്ല, എനിക്കത് ഉപയോഗിക്കുന്നതിൽ അത്ര തൃപ്തിയില്ല അത്ര, അതുകൊണ്ട് ഞാനത് അങ്ങനെ പോയി. ഈ ഡിസിൻട്രസ്റ്റഡ്നെസ് അല്ല മാഷത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതുമായിട്ട് ബന്ധിപ്പിക്കാനുള്ളത്. ഈ കാണ്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് സെൻസസ് കമ്മ്യൂണിറ്റി എന്നുള്ള വാക്കാണ്. ഇന്ദ്രിയങ്ങളുടെ സമുദായം എന്നുള്ളൊരു വാക്ക് കാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മൾ സാധാരണ സമുദായം പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ ലാറ്റിൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതിൻ്റെ റൂട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന് ഉള്ള മ്യൂണിസ് എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. കോം മുണിസ് എന്നുള്ളത്. മുണിസ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് എന്നുള്ള ആണ് അതിൻ്റെ അർത്ഥം. മുണിസ്. കോം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ആളുകൾ പരസ്പരം പങ്കുവെക്കുന്ന ഒന്നിനെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ പങ്കുവെക്കലാണ്, ഷെയറിങ് ആണ്. ഞാൻ എന്നെ തന്നെ മറ്റുള്ള ആൾക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്ന അനുഭവമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നേരെ മറിച്ച് വേണമെങ്കിൽ പുതിയ തിയറിയുടെയൊക്കെ ഭാഷ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്ന ഇതിൽ കമ്മ്യൂണിറ്റി അല്ല ഉള്ളത്. ചില ആൾക്കാർ പറയുന്നത് ഇമ്മ്യൂണിറ്റി എന്നുള്ള ലോജിക്കാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂണിസിനെ എന്ന് പറഞ്ഞ പ്രോഹിബിഷനാണ്. നോ പ്രോഹിബിറ്റ് ചെയ്യലാണ്. ആ ഗിഫ്റ്റിനെ പ്രോഹിബിറ്റ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഷെയറിങ് അല്ലാണ്. മനുഷ്യർ തമ്മിലുള്ള ഷെയറിങ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുടെ ആ ഇതിനെ പ്രോഹിബിറ്റ് ചെയ്യുന്ന ഒന്നാണ്. ഇമ്മ്യൂണിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇമ്മ്യൂണിറ്റിയുടെ ലോജിക്കിലാണ് മനുഷ്യർ പരസ്പരം അകന്നു നിൽക്കുക എന്നുള്ളത്. ഷെയറിങ്ങിനെ പ്രോഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയാണ് കലയുടെ ഈ കമ്മ്യൂണിറ്റി എന്നുള്ള അനുഭവം പ്രധാനമാകുന്നത്. അപ്പം ഈ കാണ്ട് പറയുന്നത് എൻ്റെ ഒരു വസ്തു സുന്ദരമാണെന്നുള്ള എൻ്റെ ആ തോന്നലിൻ്റെ അനുഭവത്തിൽ ഡിസിൻട്രസ്റ്റഡ്നെസ് ഉണ്ടെങ്കിൽ, ആ ഡിസിൻട്രസ്റ്റഡ്നെസ് എല്ലാ മനുഷ്യരിലും ഉണ്ടെങ്കിൽ, മറ്റൊരാൾക്കും അതുണ്ടെങ്കിൽ, ഞാനും മറ്റൊരാളും തമ്മിലൊരു കമ്മ്യൂണിറ്റിയാണ്. അതാണ് കാണ്ടിൻ്റെ പഠന പദം. അപ്പം എൻ്റെ ഈ എസ്തെറ്റിക് എക്സ്പീരിയൻസ് കൊണ്ട് സബ്ജക്റ്റീവ് അല്ല അത്, അതൊരു ഇന്റർസബ്ജക്റ്റീവ് ഷെയറിങ്ങിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് ഷെയർ. എസ്തെറ്റിക് കമ്മ്യൂണിറ്റി എന്നുള്ള ആശയം വളരെ വളരെ എന്താ പറയുക ബുദ്ധിമുട്ടി കാണ്ട് കൊണ്ടുവരാനുള്ള ശ്രമം ഈ ജഡ്ജ്മെന്റിനെ കുറിച്ചുള്ള ഈ തീസിസിലുണ്ട്. അതിപ്പോൾ പലരും അത് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് ഈ സ്പിരിച്വാലിറ്റിയെയും എസ്തെറ്റിക് കമ്മ്യൂണിറ്റി, ആർട്ട്, ഇതിനൊക്കെ ചേർത്ത് വെച്ച് ഒന്ന് ആലോചിക്കാനാണ് ശ്രമിച്ചത്. മാഷ് പറഞ്ഞ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് ആക്ടിവിറ്റി, വർക്ക്, ലേബർ, പ്ലേ എന്നുള്ളത് വളരെ പ്രയോജനകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഈ ചിന്തയുടെ ഒരു തലസരത്ത്. ചേർത്തോട്ടെ, ശ്രീദേവി ചോദിച്ചത് മധുവിൻ്റെ ആ പുസ്തകത്തിൽ തന്നെ നെഗ്രിയുടെ ഒരു ലേഖനം ചേർത്തിട്ടുണ്ടായിരുന്നു. ഈസ് ഇറ്റ് പോസിബിൾ ടു ബി കമ്മ്യൂണിസ്റ്റ് വിത്തൗട്ട് മാർക്സ് എന്നൊരു ലേഖനമുണ്ട്. അതിൽ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിൻ്റെ പ്രീ മാർക്സിസ്റ്റ് ആയിട്ടുള്ളൊരു എറ്റിമോളജി വെച്ചിട്ടാണ് നെഗ്രി അത് ചെയ്യുന്നത്. കമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ പങ്കാളിത്ത സമൂഹമുണ്ട്. നമുക്കിവിടെ സമുദായം എന്നാണ് കമ്മ്യൂണിറ്റിയുടെ. ഇത് പങ്കാളിത്തം എന്ന് പറയുന്നതിൽ സ്വാഭാവികമായി അനുമാനിക്കപ്പെടുന്ന ഒരു സമത്വം ഉണ്ട് ഒരു നിലയ്ക്ക്. രണ്ട്, എല്ലാവർക്കും അവരവരുടേതായ താല്പര്യങ്ങൾ, ആ ക്ലോയിങ് സെൽഫുഡല്ല, മറിച്ച് എല്ലാവർക്കും യോജിച്ച രീതിയിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുവാനും ഒരുമിച്ച് ആസ്വദിക്കുവാനും ഒരു സമയം. കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ സങ്കല്പത്തിൽ തന്നെ ഒരു ഈസ്തെറ്റിക് എലിമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് മധുവിന് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മാർക്സ് സ്പിരിച്വൽ ആയിരുന്നു, അത് നമുക്ക് പറയേണ്ടി വരും. ആ മാർക്സിൻ്റെ ഇപ്പോൾ എസ്പെഷ്യലി മാർക്സിൻ്റെ ഏർലിയർ വർക്ക്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഈസ്തെറ്റിക്സിനെ കുറിച്ച് വളരെ ഗൗരവമായി എഴുതിയിരിക്കുന്ന ഗ്രണ്ടിസം മുതലായത്, ഗ്രണ്ടിസം എന്ന് പറയും, അതൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ, അതിനെ സ്പിരിച്വൽ എന്നാണ് വിളിക്കേണ്ടതെന്നല്ല, പക്ഷെ ഉൾക്കൊള്ളുന്ന, എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ളൊരു ഈസ്തെറ്റിക് സെൻസ് മാർക്സിലുണ്ടായിരുന്നു.
പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എംഫസിസ് അധികവും ലേറ്റർ മാർക്സിൻ്റെ എസ്പെഷ്യലി ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ വിശകലനത്തിലേക്ക് മാറിപ്പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ കമ്മ്യൂണിറ്റി എന്നുള്ളതിന് ഇത്തരം ഒരു സങ്കല്പം ഈസ്തറ്റിക്സ് ഇല്ലാതെ തന്നെ അതിനകത്ത് നിൽക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ഈ ഈസ്തറ്റിക് സ്പിരിച്വൽ എലിമെൻ്റ് കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. യൂട്ടോപ്പിയൻ ആയിരിക്കും, പക്ഷെ ആ ഒരു സങ്കല്പം അതിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം ചോദ്യം നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു 20th സെഞ്ച്വറി മുമ്പത്തെ കാര്യമാണ്. ഇപ്പോൾ ഈ പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ പുതിയ 21st സെഞ്ച്വറിയിൽ ഈ കല അല്ലെങ്കിൽ ആർട്ടും സ്പിരിച്വാലിറ്റിയും ഈ മുതൽ ഇംപ്ലൈഡ് ഇപ്പോൾ കുറച്ച് അപ്ലൈഡ് ടൈപ്പല്ലേ വരുന്നത്. ഈ സ്പിരിച്വാലിറ്റി ഇസ് അപ്ലൈഡ് ഓൺ ആർട്ട്. The appreciation is instant gratification. Your community has become a herd mentality. Because I don't know the Kathakali, but somebody said Kathakali is good. Okay, I also say I like this, right? So, അപ്പോൾ ഈ കമ്മ്യൂണിറ്റി മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അപ്രിസിയേഷൻ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഈ സ്പിരിച്വാലിറ്റി പറയുന്നത് ഇപ്പോൾ ഒരു ന്യൂ വേൾഡ് ഇറ്റ് ഇസ് എ വെരി ഡിഫറെൻറ്റ് കൊണറ്റേഷൻ ഓർ മീനിങ്. ഹൗ ഡു യു സീ ദോസ് തിങ്സ് ഇൻ ഞാനിന്നും 18ാം നൂറ്റാണ്ടിലായ കാരണം ഞാൻ പകുതി പറയുന്നില്ല. മധുവാണ് 21ാം നൂറ്റാണ്ടിൻ്റെ വക്താവ്. മധു പറയണം. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ പക്ഷേ അത് പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് എന്ന് അങ്ങനെ അവസ്ഥയുണ്ടോ എന്നുള്ള കാര്യത്തിലായിരിക്കും സംശയം. പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും, ലേറ്റ് ക്യാപിറ്റലിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ. അതാണ് ഞാൻ ആ നേരത്തെ സൂചിപ്പിച്ച ഒരു ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് സിസക്കിനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അത് ഒരു സ്പിരിച്വൽ ലോജിക് ഓഫ് ലേറ്റ് ക്യാപിറ്റലിസം എന്നാണ് പുള്ളി ഈ ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയെ കാണുന്നത് തന്നെ. അത് വളരെ ശരിയാണത്. അതിൽ ആർട്ട് എന്ന് പറയുന്നതും ഈ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയുള്ള പല കാറ്റഗറീസും നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വർക്ക് ലേബർ എന്ന് പറയുന്നത്, അതിലപ്പോൾ പ്ലേയെ പറ്റിയിട്ട് പറഞ്ഞത്. പ്ലേ എന്ന് പറയുന്നത് ഇപ്പോൾ പ്ലേ എന്ന് പറയുന്നത് വളരെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അത് കൃത്യമായും പ്ലേ അല്ല. പിന്നെ അത് പ്ലേ എന്നുള്ള ഒരു വാക്ക് തന്നെ നമുക്ക് ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഒരു കാറ്റഗറി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പ്ലേ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്, വർക്ക് ഡിഫറെൻ്റ് ആണ്, അതൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. പക്ഷേ അവിടെ ഇത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു അബ്സോർബിങ് എവറിത്തിങ്, ലേബർ അബ്സോർബ്സ് എവറിത്തിങ് എന്നുള്ള ആ ഒരു അത് കൂടുതൽ എക്സ്ട്രീം ആയിട്ടുള്ളൊരു തലത്തിലേക്ക് പോകുന്ന ഒരു കാലത്തായിരിക്കും നമ്മൾ ജീവിതം. പിന്നെ ഒരു കാര്യം കൂടി ആലോചിക്കാവുന്ന, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ പറയാൻ കാരണം ഇപ്പം മെഷീൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു മെഷീൻ ആർട്ടിൻ്റെ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ സംസാരിക്കാൻ പറ്റുക? ഭയങ്കര വിചിത്രമായിട്ടുള്ള സാധനം. ഒരു മെഷീൻ പെയിൻറ്റ് ചെയ്യുന്നു. മെഷീൻ പെയിൻറ്റ് ചെയ്യുന്നത് ആർട്ടാണ്. ആർട്ടെന്ന് വേണമെങ്കിൽ, ആർട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമുക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിൽ വികസിപ്പിക്കാവുന്ന അതിരുകളല്ലേ ആർട്ടിനുള്ളത്. അപ്പോൾ ഇപ്പോൾ ദാലി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, AI പ്ലാറ്റ്ഫോം ഉണ്ട്. സാൽവദോർ ദാലിയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. ദാലി അതിൻ്റെ ഓർമ്മയിലാണ് ആ പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ChatGPT പോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് തരും. നമ്മൾ സജസ്റ്റ് കൊടുക്കുന്ന ടെക്സ്റ്റ് അനുസരിച്ച് ഒരു പെയിൻറ്റിങ്, മനോഹരമായ പെയിൻറ്റിങ്ങുകൾ ഞാൻ പലതും നോക്കിയത്. അതിശയകരമായ രീതിയിലുള്ള പെയിൻറ്റിങ്സ് ഉണ്ട്. ഒരു ഷൂവിൻ്റെ ഉള്ളിൽ ഒരു ബിൽഡിങ് നിൽക്കുന്ന ഒരു ഇത് കൊടുത്തു, കമാൻഡ് ഇത് കൊടുത്തപ്പം ഒരു ഷൂവിലൊരു വലിയൊരു ബിൽഡിങ് നിൽക്കുകയാണ്. ഒരു സർറിയലിസ്റ്റ്, ഗംഭീരമായ ഒരു സർറിയലിസ്റ്റ് പെയിൻറ്റ്. എന്നുവെച്ചാൽ ആർട്ടിസ്ട്രി മുഴുവൻ അതിലുണ്ട്, ഡേറ്റ മുഴുവൻ അതിൽ സ്റ്റോർഡാണ്, ഏത് തരത്തിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അവിടെ എങ്ങനെയാണ് നമ്മൾ സ്പിരിച്വാലിറ്റി? അപ്പോൾ അവിടെ പെയിൻറ്ററില്ല, ഒരു മെഷീനാണ് ചെയ്യുന്നത്. മെഷീന് ആത്മാവില്ല, ആത്മീയതയില്ല, ഒന്നുമില്ല, ഒരു മെഷീൻ ചെയ്യാണ്. അതെ, അവിടെ അവിടെ അത് ഡിസിൻട്രസ്റ്റഡ് ആണ്, ടോട്ടൽ ഡിസിൻട്രസ്റ്റഡ് ആയിട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ ഈ കാറ്റഗറീസ് ഒക്കെ നമ്മൾ പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടി വരും എന്നുള്ളത് വളരെ ശരിയായിട്ടൊരു കാര്യം. ഞാനൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഇതിൽ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നമ്മൾ പണ്ടുണ്ടായിരുന്ന ദൃശ്യകല എന്നുള്ള മാസിക പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുകയും ദർശി എന്ന പേരിൽ അത് ഇറക്കുകയും ചെയ്യാനും ശ്രമിച്ച കാലത്ത് എൻ്റെ ഒരു ലോഗോ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ലോഗോ പേരൊന്നും പറയുന്നില്ല, നല്ലൊരു ആർട്ടിസ്റ്റായിട്ടൊരാൾ ഒരു ലോഗോ വരച്ചു കൊടുക്കുന്നു. വേറൊരു ലോഗോ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെച്ചിട്ട് അന്ന് വേറൊരാൾ ചെയ്തു കൊണ്ടിരുന്നു. അസാധ്യ നല്ല ഗംഭീര സാധനമായിരുന്നു. ചർച്ച ഉണ്ടായത് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ
ഈ മെഷീൻ ഉണ്ടാക്കിയ ഈ ലോഗോ ആണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതോ മനുഷ്യൻ വരച്ച ഈ ലോഗോ ആണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്? വളരെ പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു. പക്ഷെ നമ്മളിവിടെ കാണാതെ പോകുന്നൊരു ചെറിയ വിഷയമുണ്ട്. ഈ പെൻസിലും മെഷീൻ തന്നെയാണ്, അതൊരു ഉപകരണമാണ്. പെൻസിലോ പേനയോ ബ്രഷോ മെഷീൻ തന്നെയാണ്, അതൊരു ഉപകരണമാണ്. അതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറും മറ്റൊരു ഉപകരണമാണ്. പക്ഷെ കമ്പ്യൂട്ടർ നമ്മൾക്ക് പെൻസിലോ പേനയോ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് കാണുന്ന രീതിയിൽ കമ്പ്യൂട്ടറിനെ കാണാനുള്ള ആ ഒരു പ്രയാണം നമ്മൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും നമ്മൾക്ക് പേന പോലെ തന്നെ സ്വാഭാവികമായിട്ട് അവരുപയോഗിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇവിടേക്ക് വരുന്നതിന് മുൻപ് ഒരു തമാശയ്ക്ക്, ഇത് പെട്ടെന്ന് തലയിലിട്ടതാണ്, ഇയാൾ പ്രിപ്പയർ ചെയ്ത് വരുന്ന നല്ല ധാരണയുള്ളത് കൊണ്ട് ഞാൻ ChatGPT-യിൽ ആർട്ട് ആൻഡ് സ്പിരിച്വാലിറ്റി എന്നൊന്ന് അന്വേഷിച്ച് നോക്കി. അസാധ്യമായ കാര്യങ്ങളാണ്, ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല. അതിഗംഭീരം മധുവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അസലായിട്ടുള്ള സംഗതികളാണ്. അപ്പോഴും ഒരു വിഷയം അതിൽ ആലോചിക്കേണ്ടി വരുന്നുണ്ട്. എന്താണ് ഈ കൊടുക്കുന്ന പ്രോംപ്റ്റ്? അതെവിടെ നിന്ന് വരുന്നു? അതും നമ്മൾ മെഷീനിൽ നിന്നാണോ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇറ്റ് മേ ബി റിമൂവ്ഡ്. എവറി ആർട്ടിസ്റ്റിക് പ്രാക്ടീസ്, എവറി എക്സ്പ്രഷൻ ഈസ് റിമൂവ്ഡ് ഫ്രം അസ് ഇൻ വൺ വേ ഓർ അനദർ. ഇറ്റ് ഇസ് ത്രൂ എ മീഡിയം എന്ന് പറയാം. നമ്മുടെ കൈ തന്നെ മീഡിയം ആയിട്ട് മാറുന്നുണ്ടാവും. ആ അർത്ഥത്തിൽ നമ്മൾക്ക് പരിചിതമല്ലാത്ത സങ്കേതങ്ങളോട് നമ്മൾക്ക് വലിയ സ്കെപ്റ്റിസിസം സ്വാഭാവികമായിട്ടുണ്ടാവും. അത് പരിചയപ്പെട്ടെത്തുമ്പോൾ ചിലപ്പോൾ അത്ര സ്കെപ്റ്റിസിസം ഉണ്ടാവേണ്ടതില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അപകടങ്ങൾ അപ്പുറത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിർത്തുന്നു. നല്ലൊരു സെഷൻ സമ്മാനിച്ചതിന് അടുത്ത് നമുക്ക് മെഷീൻ ആൻഡ് സ്പിരിച്വാലിറ്റി. സാർ, ഒരു ചോദ്യം കൂടി ഉണ്ട് സാറിനോടാണ്. ഈ നേരത്തെ പറഞ്ഞൊരു ന്യൂ ആയിക്കോട്ടെ, ന്യൂ ഏജ് സ്പിരിച്വാലിറ്റിയുടെ വിഷയങ്ങളും ലേറ്റ് ക്യാപിറ്റലിസ്റ്റിക് വിഷയങ്ങളും ആൻഡ് ആസ് നാരായണ മാഷ് സെഡ്, ആ ഒരു അവതാരകൻ അല്ലാതാവുകയും ആ ക്യാരക്ടർ അല്ലാതെ വെക്കുന്ന ഒരു ട്രാൻസ് എന്ന് പറയുന്നത്, അപ്പോൾ അതൊരു ആത്മീയമായിട്ട് ഒരു ആർട്ടിനെ നമുക്ക് കാണാൻ പറയുന്നത്. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് ഇപ്പോഴത്തെ ഈ ലേറ്റ് ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഈ ന്യൂ ഏജ് ഇത് സ്പിരിച്വാലിറ്റിയിൽ ഈ ഒരു വാല്യൂ, ആ ഒരു സംഗതി ഇല്ലാതാവാനുള്ളതാണ്, അങ്ങനെയാണ് അതിൻ്റെ പോക്കെന്ന് പറയുന്നത്. സോ വേർ ഡസ് ഇറ്റ് സ്റ്റാൻഡ് നൗ? പക്ഷെ അപ്പോൾ നാരായണ ഋഷി പറഞ്ഞു ആക്സെപ്റ്റൻസ് ഓഫ് സച്ച് തിങ്സ് ഓൾസോ ക്യാൻ സസ്റ്റെയിൻ ദ ആർട്ട് ഇൻ ദറ്റ് വേ. സോ ഡസ് ഇറ്റ് ഹാവ് എനി, എന്താ പറയുക, അങ്ങനെ തന്നെയാണോ പോകുന്നത്? ബിക്കോസ് ഐ ഡോണ്ട് നോ. ബിക്കോസ് ആർട്ട് എന്ന് പറയുന്നൊരു നമ്മളുടെ അതിലൊരു എന്താ പറയുക, ഒരു പഴയ കാലത്തിൽ നമ്മുടെ മനസ്സിലുള്ളൊരു ധാരണ എന്ന് പറയുന്നത് ആർട്ട് എന്ന് പറയുന്നത് ഇതിനെ അംഗീകരിക്കുന്ന ഒരു ആർട്ടല്ല, ഒരു മെക്കാനിക്കൽ എന്ന രീതിയിൽ ആർട്ടല്ല. സോ ആർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണെങ്കിലും ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് ബീൻ ഡൺ ബൈ എ പർട്ടിക്കുലർ വേ, നോട്ട് ബൈ ChatGPT or something. അപ്പോൾ അതല്ലാണ്ട് അതിനെ അങ്ങനെ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ വെതർ ഈ ഒരു സാധ്യതയിൽ ആർട്ട് സസ്റ്റെയിൻ ചെയ്യും. നല്ല ചോദ്യമാണ്. ഒരുപാട് ആലോചിക്കുന്ന ഒരു വിഷയമായിരിക്കും. ഒരുപാട് ആലോചിക്കുന്ന ഒരു വിഷയമായിരിക്കും. ഞാനത് അതിനൊരു വളരെ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് ഉള്ള എനിക്ക് തോന്നുന്നത്, നേരത്തെ പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു മെഷീനും ക്രിയേറ്റിവിറ്റിയും പരസ്പര വിരുദ്ധമായ രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. മെഷീൻ ഒരിക്കലും ക്രിയേറ്റീവ് ആവാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. ഒരു ഹ്യൂമൻ ഫ്രീ വിൽ ഉള്ള ഒന്ന് മാത്രമാണ് ക്രിയേറ്റീവ് ആവുന്നുള്ളൂ. മെഷീൻ മെക്കാനിക്കലേ ആവുള്ളൂ, അതൊരിക്കലും ക്രിയേറ്റീവ് ആവില്ല എന്നുള്ളതാണ് നമ്മൾ. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ ലേറ്റ് ക്യാപിറ്റലിസ്റ്റ് എന്നോ വേറെ പേര് വേണമെങ്കിൽ വേറെ വിളിക്കാം. ഒരു ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെഷീൻ ബിക്കമിങ് ക്രിയേറ്റീവ് എന്നുള്ളതാണ്. മെഷീൻ ക്രിയേറ്റീവ് ആവുന്ന ഒരു പുതിയ കോണ്ടെക്സ്റ്റ് വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ മെഷീൻ ക്രിയേറ്റിവിറ്റി ഒന്നിനും നമുക്ക് പറയാം ക്രിയേറ്റിവിറ്റി അല്ല. ഈ പറഞ്ഞ പോലെ അത് ഈ പറഞ്ഞ ഫീഡ് ചെയ്ത സാധനം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അതിൽ ക്രിയേറ്റിവിറ്റി എന്ന് കാണാം. അതാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ശീലം. നമുക്ക് മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി വളരെ പ്രധാനമാണെന്ന് വിചാരിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പറയാതെ ക്രിയേറ്റീവ് അല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി എന്താണെന്നുള്ളത് നമ്മൾ പറയും. അപ്പോൾ പറയും നമ്മളിത് ഫ്രീ വില്ല അല്ലെങ്കിൽ പല ഇതുകൊണ്ടാണ്. പക്ഷേ സത്യത്തിൽ അത് നമ്മളൊരു സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ നമ്മുടെ ബുദ്ധി തന്നെ, ബ്രെയിൻ തന്നെ ഇതേപോലെ തന്നെ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു മെഷീനാണ് എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ, ഒരു ദാലി എങ്ങനെയാണോ ആർട്ടിസ്ട്രി മുഴുവൻ അതിൽ ഫീഡ് ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് പെയിൻറ്റ് ചെയ്ത്, അതുപോലെയായിരിക്കും ഞാനും ചെയ്യുന്നത്. ഇപ്പം എൻ്റെ പെയിൻറ്റിങ്ങിലും ഈ പറഞ്ഞ പോലെ ഡേറ്റ മുഴുവൻ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമായിരിക്കും ഒരു പക്ഷേ ക്രിയേറ്റീവ് ആവാൻ പറ്റുക.
ക്രിയേറ്റീവ് പവർ എന്ന് പറയുന്നതും മെഷീൻ എന്ന് പറയുന്നതും സർഗാത്മകതയും ഈ യാന്ത്രികതയും പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് കളങ്ങളിൽ നിർത്തുന്ന ആ ഒരു വിചാരശീലം, ചിന്തയുടെ ശീലം തന്നെ ചിലപ്പോൾ നമ്മൾ മാറ്റേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ആ ഒരു കോണ്ടെക്സ്റ്റിലായിരിക്കും നമ്മൾ ജീവിക്കുന്നുണ്ടാവും. അത്ര ഞാൻ പെട്ടെന്ന് നല്ലൊരു സെഷൻ സമ്മാനിച്ചതിന് നന്ദി ഡോക്ടർ എം.വി. നാരായണൻ, ഡോക്ടർ ടി.വി. മധു. മാടമ്പ് ഫൗണ്ടേഷൻ ചെറിയൊരു സ്നേഹോപഹാരം നൽകുന്നു. ഡോക്ടർ എം.വി. നാരായണൻ, ഡോക്ടർ ടി.വി. മധു. താങ്ക് യു.